വിളർച്ച എങ്ങനെ പരിഹരിക്കാം? ഹായ്, ഹെൽത്തി കേരളയിലേക്ക് സ്വാഗതം. രക്തക്കുറവ് അഥവാ വിളർച്ച, അനീമിയ എന്നു കേൾക്കാത്തവർ കുറവായിരിക്കും. കുട്ടികളിലും സ്ത്രീകളിലും മുതിർന്നവരിലുമെല്ലാം ഒരുപോലെ ഇത് കണ്ടുവരുന്നു. ശരീരത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്ന അവസ്ഥയാണിത്. ചിലപ്പോൾ രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ RBC അളവ് കുറയുന്നതുമാകാം. ഓരോ ശരീരകോശത്തിനും ആവശ്യമായ ഓക്സിജന്റെ അളവ് നിലനിർത്തുന്നത് ചുവന്ന രക്താണുക്കളാണ്. ഓക്സിജന്റെ കുറവ് അസിഡിറ്റി വർദ്ധിപ്പിച്ച് കോശങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തും. പുരുഷന്മാരിൽ 13-17 ഗ്രാം ഡെസിലിറ്ററാണ് ഹീമോഗ്ലോബിന്റെ ആവശ്യമായ അളവ്. സ്ത്രീകളിൽ ഇത് 12-15 വരെയാണ്. പുരുഷന്മാരിൽ ശരാശരി 13 മുകളിലും സ്ത്രീകളിൽ 10.5 മുകളിലും ഉണ്ടായാൽ മതി. പുരുഷന്മാരിൽ 11 സ്ത്രീകളിൽ 9 മില്ലിഗ്രാമിൽ താഴെയാണ് ഹീമോഗ്ലോബിന്റെ അളവെങ്കിൽ അവർ അനീമിക് ആണെന്ന് പറയും. കൗമാരത്തിലും ഗർഭാവസ്ഥയിലും സ്ത്രീകളിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞിരിക്കുന്നതായി കാണാറുണ്ട്. കാരണങ്ങൾ: വിളർച്ചയുടെ കാരണങ്ങളെ പ്രധാനമായും 3ആയി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് ഹീമോഗ്ലോബിന്റെ ഉൽപാദനക്കുറവാണ്. ഏതെങ്കിലും കാരണത്താൽ ഇത് നശിക്കുന്നതാണ് രണ്ടാമത്തെ കാരണം. ഒരു പരിധിയിൽ കൂടുതൽ രക്തം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് മൂന്നാമത്തേത്. സ്ത്രീകൾക്ക് മാസമുറ മൂലമുണ്ടാകുന്ന രക്തക്കുറവ് ഹീമോഗ്ലോബിന്റെ അളവ് കൂടാതിരിക്കാൻ കാരണമാകും. കുട്ടികളിലാവട്ടെ പോഷകാഹാരക്കുറവാണ് വില്ലൻ. വിര പെരുകുന്നതിലൂടെ ശരീരത്തിലെ പോഷക ഘടകങ്ങൾ നഷ്ടപ്പെടുന്നതാണ് അതിനൊരു കാരണം. ജങ്ക് ഫുഡുകളുടെയും ബേക്കറി ഉൽപ്പന്നങ്ങളുടെയും ഉപയോഗമാണ് അടുത്തത്. ചായയുടെയും കാപ്പിയുടെയും അമിത ഉപയോഗമാണ് മറ്റൊന്ന്. രക്തം ഉണ്ടാകുന്നതിന് അയൺ അനിവാര്യമാണ്. എന്നാൽ ചായയും കാപ്പിയും ശരീരം അയൺ വലിച്ചെടുക്കുന്നത് തടയുന്നു. ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താത്തതും പോരായ്മയാണ്. ലക്ഷണങ്ങൾ: രോഗിക്ക് ക്ഷീണം അനുഭവപ്പെടും. കയറ്റം കയറുമ്പോഴും പടി കയറുമ്പോഴുമുള്ള നെഞ്ചിടിപ്പും കിതപ്പും, അമിതമായ വിയർപ്പ്, കാലുകളിൽ ഉണ്ടാകുന്ന നീര്, വെയിലേൽക്കുമ്പോൾ ഉണ്ടാകുന്ന തലകറക്കം, ഉന്മേഷക്കുറവ്, മറവി രോഗം, വിട്ടുമാറാത്ത തലവേദനയും തലകറക്കവും. പ്രതിവിധി: സസ്യാഹാരങ്ങളിൽ നിന്ന് 3 മുതൽ 5 വരെ ശതമാനം അയൺ മാത്രമേ ആഗിരണം ചെയ്യപ്പെടുന്നുള്ളൂ. മാംസാഹാരമാണെങ്കിൽ 30% വരെ അയൺ ശരീരത്തിലെത്തും. കുട്ടികൾക്ക് അയൺ ലഭിക്കാൻ ഉത്തമം പഴങ്ങളാണ്. അത്തിപ്പഴം, ഏത്തപ്പഴം, ഈന്തപ്പഴം, ഉണക്കമുന്തിരി, എള്ളുണ്ട, ശർക്കര കലർന്ന പലഹാരങ്ങൾ എന്നിവയ്ക്ക് മുൻതൂക്കം നൽകണം. പാൽ, മുട്ട, ചീര, മുരിങ്ങയില, ബീട്രൂട്ട് എന്നിവയും ഭക്ഷണമാക്കാം. വിളർച്ചയ്ക്ക് പരിഹാരമായി അയൺ ടോണിക്കുകളും ഗുളികകളുമാണ് നൽകുന്നത്. ചായയ്ക്കും കാപ്പിക്കുമൊപ്പം ഇവ കഴിക്കാൻ പാടില്ല. അയൺ ആഗിരണം ചെയ്യുന്നതിനെ ബാധിക്കുമെന്നതിനാൽ കാൽസ്യം, അയൺ ഗുളികകൾ ഒന്നിച്ചു കഴിക്കരുത്.